ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. അപ്പോൾ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നത് മുതൽ നമുക്ക് നിരന്തരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മെസ്സേജാണ്, സാറേ സെക്ഷണൽ ടൈമിംഗ് വന്നു, ഇനി എന്താ ചെയ്യുക എല്ലാം കൈവിട്ടു പോയി, അങ്ങനെയൊക്കെ രീതിയിലാണ് ഓരോരുത്തരുടെ സംസാരം കേട്ടോ. ഞാൻ ആദ്യമേ പറയാനുള്ളതെന്ന് വെച്ചാൽ, എൻ്റെ പൊന്നു മക്കളെ, പരീക്ഷയ്ക്ക് ഇങ്ങനത്തെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ അത് സ്വാഭാവികമാണ് കേട്ടോ. പല കാര്യങ്ങളും ഇപ്പോൾ 2022 മുമ്പ് എങ്ങനെയാണോ നടന്നത് അതുപോലെ 2020 ശേഷം കേട്ടോ. അപ്പോൾ ആദ്യം ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അത് ഒഴിവാക്കി, പിന്നെ ഡിസ്ക്രിപ്റ്റീവ് ഒഴിവാക്കി, സെക്ഷണൽ പറയുക ആദ്യം 4 ലെവൽ ഉണ്ടായിരുന്നു 2 ലെവലാക്കി, അങ്ങനെ പല കാര്യങ്ങളും മാറ്റങ്ങൾ പരീക്ഷ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറുക എന്നല്ലാതെ നമ്മൾ അതിന് ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് ബാക്കിയുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് കുട്ടികൾ കുറേ ആൾക്കാർ പഠിച്ച് തുടങ്ങി, അവർ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പഠിച്ച് അവരുടെ പ്രിപ്പറേഷൻ കുറേ മുന്നിലെത്തി. നമ്മളിപ്പോഴും ഇത് ടെൻഷൻ എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. എല്ലാത്തിനും നെഗറ്റീവായിട്ട് കാണാതിരിക്കുക. നമ്മൾ മാറ്റങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് നല്ലതിനാന്ന് വിചാരിച്ച് നമ്മൾ അങ്ങ് പഠിച്ചോളാം കേട്ടോ. അപ്പോൾ സെക്ഷണൽ ടൈമിംഗ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഭയങ്കര ടഫാവും. നിങ്ങൾക്ക് മാത്രമല്ല, ടഫാണ്, എല്ലാവർക്കും ടഫാണ്. ആ കാര്യം വിചാരിച്ചാൽ മതി കേട്ടോ. നിങ്ങൾക്ക് മാത്രമേ ടഫാക്കിയിട്ട് പരീക്ഷ ഒന്നും നടത്തില്ല. അപ്പോൾ ഈ സെക്ഷണൽ ടൈമിംഗ് എങ്ങനെ നേരിടാം എന്നുള്ള ചെറിയ കുറച്ച് ഞാൻ എന്താ പറയുക, എന്നെ കൊണ്ട് പറ്റുന്ന എൻ്റെ അനാലിസിസ് മനസ്സിലായ കുറച്ച് ഓൾറെഡി നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ എന്നാലും ഒന്നും കൂടെ എന്ത് ചെയ്യുക, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് വീഡിയോയിൽ ഒന്ന് പറയാം കേട്ടോ. ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ക്വസ്റ്റിൻ്റെ ഓർഡർ എങ്ങനെയാണ് പല ആൾക്കാർ ചോദിക്കുന്നത്. ഇനിയിപ്പോൾ സെക്ഷണൽ ടൈമിംഗ് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും മാറാനൊന്നും പറ്റില്ല. മറ്റേ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ടോപ്പിക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനൊക്കെയാണെങ്കിൽ ജനറലി സാധാരണ റീസണിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ GK ലോട്ട്, പിന്നെ ഇംഗ്ലീഷ്, ലാസ്റ്റ് മാത്സ് ഒക്കെ ചെയ്യും. അത് തിരിച്ച് പല ഓർഡറിലും ചെയ്യുന്ന ആളുകളുണ്ട്, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു നമ്മുടെ ഇഷ്ടത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, സെക്ഷൻ ടൈമിംഗ് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. ഏതാണോ ആദ്യം വരുന്നത് അത് 15 മിനിറ്റ് ചെയ്യുക, പിന്നെ അടുത്ത 15 മിനിറ്റ്, അങ്ങനെ. അപ്പോൾ പല കുട്ടിയുടെ സംശയം എന്ന് പറയുന്നത് എങ്ങനെയാണ് ആ ഓർഡർ വരിക എന്നുള്ളൊരു സംശയമുള്ള ആളുകൾ. അപ്പോൾ അങ്ങനത്തെ ആളോട് ഞാൻ പറയാം, ഓർഡർ എങ്ങനെ വരിക എന്നുള്ളത് എനിക്കും അറിയില്ല. പക്ഷേ ഈ സെക്ഷണൽ ടൈമിംഗ് വന്നതിന് ശേഷം നടന്നൊരു പരീക്ഷയാണ് SSC CPO പരീക്ഷ. ആ CPO പരീക്ഷയ്ക്ക് വന്ന ഓർഡർ എങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം. ആ ഓർഡർ തന്നെ ആയിരിക്കും മിക്കവാറും നമ്മുടെ CGL വരാൻ സാധ്യത. പക്ഷേ അതാവണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. ഞാൻ പറഞ്ഞു വെച്ചിട്ട് അങ്ങനെ ഒന്നും എടുക്കേണ്ട. CPOക്ക് വന്ന ഓർഡർ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോജിക്കൽ റീസണിംഗ് ആണ്. ലോജിക്കൽ റീസണിംഗ് കേട്ടോ. സാധാരണ പല ആളുകൾ, മെജോറിറ്റി കുറേ ആളുകൾ ഞങ്ങളുടെ ലോജിക്കൽ റീസണിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രശ്നമില്ല. രണ്ടാമത് ജനറൽ നോളജ്, അതായത് GK കേട്ടോ, ജനറൽ നോളജ്. അപ്പോൾ ആദ്യം നമ്മൾ റീസണിങ് എല്ലാം ചെയ്ത് റെഡിയാക്കിയിട്ട് അടുത്ത 15 മിനിറ്റ് GK ലോട്ട് പോകണം. അടുത്തതാണ് നമ്മുടെ മെയിൻ പ്രശ്നക്കാരൻ ആരാ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ്, അതായത് മാത്സ് കേട്ടോ. നാലാമതാണ് വന്നത് എന്ത്, ഇംഗ്ലീഷ്. അപ്പോൾ ഈ CPOക്ക് ഈ ഓർഡർ ആയതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം CGLനും ഇനി അങ്ങോട്ട് CHLനൊക്കെ ഈ ഓർഡറിൽ തന്നെ ആയിരിക്കും വരിക കേട്ടോ. പക്ഷേ ഞാൻ ആദ്യം പറയുന്നത്, ഈ ഒരു നിർബന്ധമില്ല ഇങ്ങനെ വരണം. അപ്പോൾ നമ്മൾ ഈ ഓരോന്നും സെക്ഷണൽ ടൈമിംഗ് ആണ്. മറ്റേ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ GKൻ്റെയും ഇംഗ്ലീഷിൻ്റെയൊക്കെ സമയം വളരെ പെട്ടെന്ന് തീർത്തിട്ട് എന്ത് ചെയ്യും, മാത്സ് റീസണിങ് കൊടുക്കും. ഏറ്റവും കൂടുതൽ സമയം നമുക്ക് ആവശ്യമുള്ള മാത്സ് ആണ്. മാത്സിന് നമ്മൾ 30-35 മിനിറ്റ്സ് ഒക്കെ എടുത്ത് നമ്മൾ പോകും. അതാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓരോ സെക്ഷനും എങ്ങനെയാണ് കൃത്യമായിട്ട് അനലൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു. അതിൽ ബാക്കിയുള്ളൊന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അപ്പോൾ ആദ്യം നമ്മൾ GK നോക്കുകയാണെങ്കിൽ, GK നമുക്ക് സമയം വളരെ കൂടുതലാണ്. 15 മിനിറ്റ് ഒന്നും GK വേണ്ട. 15 മിനിറ്റ് ഉള്ളതാണ് പലപ്പോഴും പ്രശ്നമായിട്ട് വരിക, അല്ലേ? സമയം കൂടുതലുള്ളതാണ് പ്രശ്നം. പ്രത്യേകിച്ച് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, GK നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ കാൽക്കുലേറ്റഡ് ഗസ്സോ ലോജിക്കൽ ഗസ് അറിയുന്ന ക്വസ്റ്റൻ നിങ്ങൾ എന്തായാലും ചെയ്യാനോ മാറ്റാനോ ഒന്നും പോകുന്നില്ല. പക്ഷേ ചിലപ്പോൾ ചില ആൾക്ക് ലോജിക്കൽ ഗസ്, കാരണം എല്ലാവരും അങ്ങനെ അറിയുന്ന മാത്രം ചെയ്തു പോകുന്ന ആളുകളല്ല. ചിലപ്പോൾ കാൽക്കുലേറ്റഡ് ഗസ്, ലോജിക്കൽ ഗസ് ഒക്കെ നടത്തിയാണ് നിങ്ങളൊരു ക്വസ്റ്റൻ ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ വൺസ് അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാതിരിക്കും. കാരണം നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട്. ചിലപ്പോൾ 5-6 മിനിറ്റ് കൊണ്ടൊക്കെ ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ചെയ്ത് തീരും. പിന്നെ ബാക്കിയുള്ളൊരു 10 മിനിറ്റ് ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഇങ്ങനെ എന്താ നിങ്ങൾക്ക് ചിലപ്പോൾ എന്താ പറയുക, മാറ്റാനുള്ളൊരു ത്വരയൊക്കെ വരും. കാരണം ഇതിപ്പോൾ ഇങ്ങനെ എന്താ ഒന്ന് മാറ്റിയാലോ, ഇതാണ് കാരണം ഓൾറെഡി നിങ്ങൾ ഗസ് ചെയ്ത് പേപ്പറായിരിക്കും. അതിൻ്റെ മുകളിൽ പിന്നെയും ഗസ് ചെയ്യാൻ നിൽക്കരുത്. അതാണ് ഞാൻ പറഞ്ഞു. വൺസ് നിങ്ങൾ ഗസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റണ്ട, അത് കിടന്നോട്ടെ. നിങ്ങൾക്ക് അത്രയും 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രം മാറ്റുക. പിന്നെ ഈ ഓർഡറൊക്കെ നോക്കി ജനറൽ നോളജാണ്. ജനറൽ നോളജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഒരാൾ മാത്സ് ആണ്. അപ്പോൾ മാത്സിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് പേപ്പറിലൊക്കെ ഒന്ന് എഴുതി വെക്കണം എന്നൊക്കെ നിങ്ങൾ പേപ്പറിൽ എന്ത് ചെയ്യുക, ബാക്കിയുള്ള സമയങ്ങൾ വേണമെങ്കിൽ ഓൾറെഡി ഇപ്പോൾ ചില ആൾക്കാർ ചില കാര്യങ്ങൾ മറന്നു പോകാതിരിക്കുക, അല്ലെങ്കിൽ ചില ടിപ്സൊക്കെ. ഇപ്പോൾ ഞാനൊക്കെ പണ്ട് ട്രിഗണോമെട്രീൻ്റെ ഒക്കെ ഞാൻ അധികം വാല്യൂ പുട്ടിങ് മെത്തേഡാണ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, പല വാല്യൂസും ഞാൻ എന്ത് ഈ പേപ്പറിൽ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ എഴുതി വെക്കും പരീക്ഷ തുടങ്ങിയതിന് ശേഷം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട്. GK അല്ലേ, രണ്ടാമത് GK ആണെങ്കിൽ ആദ്യത്തെ 5-6 മിനിറ്റിൽ GK കഴിഞ്ഞ് ബാക്കി അവസാനത്തെ 5 മിനിറ്റ് വേണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ, ട്രിഗണോമെട്രി, അങ്ങനെ എന്തെങ്കിലും മാത്സിൻ്റെ അടുത്ത പേപ്പർ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് തയ്യാറെടുപ്പുകൾ നടത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ലാസ്റ്റ് 10 മിനിറ്റ് ഒന്ന് വേണമെങ്കിൽ അതിന് വേണ്ടി മാറ്റി വെച്ചൊന്ന് റെഡിയാകും. ഇതാണ് ഇപ്പോൾ GK നിങ്ങൾ ചെയ്യുക. അതായത് GK നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ 15 മിനിറ്റ് എടുത്തിട്ട് ഇങ്ങനെ വായിച്ചു നോക്കി നിങ്ങൾക്ക് അറിയുന്നത് ചെയ്യാം. കുറച്ച് കാൽക്കുലേറ്റഡ് ഗസ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്തോട്ട് തീരെ അറിയാത്തതിൻ്റെ മുകളിലൊന്നും ചെയ്യാൻ പോകരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് GK. നിങ്ങൾ അങ്ങനെ ഒരുപാട് സംഭവം ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. GK നിങ്ങൾ കണ്ടന്റ് റെഡിയാക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തോട്ട് ഇനി എന്താ വെറുതെ മോക്ക് ടെസ്റ്റുകൾ ഒരുപാട് ചെയ്യണ്ട കേട്ടോ. കണ്ടന്റ് എന്ത് ചെയ്യുക, കണ്ടന്റ് റെഡിയാക്കുക. അതായത് പഠിച്ച് കാര്യങ്ങൾ കണ്ടന്റ് റെഡിയാക്കുന്നതിൻ്റെ അപ്പുറത്തോട്ട് ഒരുപാട് മോക്ക് ടെസ്റ്റ് ചെയ്ത് ശീലിക്കണ്ട. ഈ കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. വല്ലപ്പോഴും അതിന് പറയാനുള്ളത്, നിങ്ങൾ ഇനി ഫുൾ മോക്ക് ടെസ്റ്റുകൾ അങ്ങനെ വല്ലാതെ ചെയ്യണ്ട. ഇപ്പോൾ നമ്മൾ അധികം പറയാറുള്ളത് ഡെയിലി പരീക്ഷയ്ക്ക് അടുത്ത് കഴിഞ്ഞാൽ ഡെയിലി ഒരു ഫുൾ മോക്ക് ടെസ്റ്റ് വെച്ചെങ്കിലും ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇനി അങ്ങനെ നിങ്ങൾ ഡെയിലി ഒന്ന് ഫുൾ മോക്ക് ടെസ്റ്റ് ചെയ്യേണ്ട. നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് മനസ്സിലാക്കാൻ നിങ്ങൾ വീക്കിലി 1-2 മോക്ക് ടെസ്റ്റ് ചെയ്താൽ മതി. ബാക്കി നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ബാക്കിയുള്ള സെക്ഷണൽ ടെസ്റ്റുകൾ കേട്ടോ. ഫുൾ മോക്ക് ടെസ്റ്റ് ഒരുപാട് ചെയ്യേണ്ട. ഫുൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാം. ഈ ഓർഡറിലാണ് വരുന്നതെങ്കിൽ GKൻ്റെ സമയത്ത് എന്ത് ചെയ്യുക, ഈ അവസാനത്തെ സമയം കിട്ടുന്ന 5 മിനിറ്റൊക്കെ സമയം ബാക്കി ഉണ്ടെങ്കിൽ ഈ സമയത്ത് മാത്സിൻ്റെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മാത്സിൻ്റെ വരാൻ പോകുന്ന രീതിയിൽ കുറച്ച് തയ്യാറെടുപ്പുകൾ നടത്തി വെക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
കാരണം വൺസ് ഇപ്പോൾ എക്സാം മുടങ്ങിയ ശേഷം നിങ്ങൾ പേപ്പറിൽ എഴുതി വെച്ചാലും പ്രശ്നമൊന്നുമില്ല, എക്സാമിന് മുമ്പ് എഴുതി വെക്കരുതുള്ളൂ. അപ്പോൾ ആ സമയത്തൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് എഴുതി വെക്കാം കേട്ടോ. അതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം, ചില ആൾക്കാർ അങ്ങനെ മെമ്മറി പവർ കുറവുള്ള ആൾക്കാർ ചിലപ്പോൾ എന്ത് ചെയ്യും, ഓൾറെഡി നേരത്തെ ഇങ്ങനത്തെ എഴുതി വെക്കാം. ഈ റീസണിങ്ങിനൊക്കെ ABCD എഴുതി വെക്കുന്ന ആളുകളുണ്ട്, അതൊന്നും ചെയ്യരുത് നമ്മൾ പറയുന്നു. പക്ഷേ മാത്സിൽ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ചെയ്തു വെക്കാം. അപ്പോൾ ഇതാണ് GKൻ്റെ കാര്യം. പിന്നെ ഇംഗ്ലീഷിലോട്ട് വരികയാണെങ്കിലോ, ഇംഗ്ലീഷും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ സാധാരണ 10 മിനിറ്റ് താഴെ സമയം കൊണ്ട് ഇംഗ്ലീഷ് ചെയ്ത് തീർക്കുന്ന ആളുകളാണ്. ഇനി എന്തെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള റീഡിംഗ് കോമ്പ്രഹൻഷൻ വന്നാൽ മാത്രമേ നമ്മൾ 10 മിനിറ്റ് കൂടുതലേക്ക് പോകാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷും വലിയ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത്യാവശ്യം ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ പതുക്കെ എന്ത് ചെയ്യുക, ആലോചിച്ച് സ്പീഡിൽ വായിച്ചു. പലതും എന്താ പറയുക, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ മാത്സും റീസണിങ്ങും ചെയ്യുന്ന ആ സ്പീഡിൽ എന്ത് ചെയ്യരുത്, GK ഇംഗ്ലീഷും ചെയ്ത്. GK ഇംഗ്ലീഷും കുറച്ച് പതുക്കെ വായിച്ചാൽ മതി. നിങ്ങൾക്ക് 15 മിനിറ്റ് സമയം. പണ്ടൊക്കെ നമ്മൾ സ്പീഡിൽ വായിച്ചു പോകണം. സ്പീഡിൽ വായിച്ച് പോയാലേ നമുക്ക് പെട്ടെന്ന് തീർത്തിട്ട് മാത്സിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഈ സെക്ഷൻ ഓരോന്നും ചെയ്യുമ്പോൾ ഓരോ രീതിയിൽ വേണം ചെയ്യാൻ. മാത്സ് റീസണിങ് നിങ്ങൾ പെട്ടെന്ന് സ്പീഡിൽ ചെയ്യണം. പക്ഷേ GKയും ഇംഗ്ലീഷും എന്ത് ചെയ്താൽ മതി, പതുക്കെ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. വെറുതെ സ്പീഡ് കൂട്ടിയിട്ട് എന്ത് ചെയ്യരുത്. നമ്മൾ മാത്സിലൊക്കെ ഒരുപാട് തെറ്റിക്കുന്ന ഒരു കാര്യമാണ് സ്പീഡ് കൂട്ടിയാൽ ഒരുപാട് മണ്ടത്തരം കാണിക്കും. പിന്നെ മാത്സിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, സ്പീഡ് കൂട്ടിയേ പറ്റൂ. അപ്പോൾ അതൊക്കെ ചെയ്ത് പോയി കഴിഞ്ഞാൽ സമയത്തില്ല. പക്ഷേ ഈ GK ആയാലും ഇംഗ്ലീഷിലൊന്നും സ്പീഡ് കൂട്ടിയിട്ട് അതിൻ്റെ മണ്ടത്തരങ്ങൾ ചെയ്യാതിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, പതുക്കെ എന്ത് ചെയ്യുക, സ്പീഡ് കുറച്ച് ചെയ്യുക. തൊട്ടടുത്ത് എന്ത് ചെയ്യും, ഇപ്പോൾ റീസണിങ് സ്പീഡിൽ ചെയ്യും, തൊട്ടടുത്ത് ഇംഗ്ലീഷ് GK വരുമ്പോൾ പതുക്കെ ചെയ്യുക. അടുത്ത മാത്സ് വരുമ്പോൾ സ്പീഡ് കൂട്ടുക, ഇംഗ്ലീഷ് വരും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വീക്കിലി 1-2 ഫുൾ മോക്ക് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് വെക്കുക. ഇംഗ്ലീഷിൽ അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല. GK പറഞ്ഞ പോലെ തന്നെ കണ്ടന്റ് കൂട്ടുക എന്നുള്ളതിൻ്റെ അപ്പുറത്തോട്ട് ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ ഇനി ചെയ്യേണ്ട ആവശ്യമില്ല. പല ആൾക്കാരുടെ വിചാരം മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ളൊരു മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ടന്റ് പഠിക്കാനുള്ളൊരു മെത്തേഡല്ല. നിങ്ങളുടെ ടൈം മാനേജ്മെന്റ്, നിങ്ങൾ എങ്ങനെ അറിയാൻ എക്സാമിനെ അപ്രോച്ച് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി, നിങ്ങളുടെ ഇമ്പ്രൂവ്മെന്റ് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള സാധനമാണെന്ത്, മോക്ക് ടെസ്റ്റ്. അല്ലാതെ മോക്ക് ടെസ്റ്റ് എഴുതി അല്ല നിങ്ങൾ കണ്ടന്റ് പഠിക്കും. കണ്ടന്റ് നിങ്ങൾ എന്ത് ചെയ്യണം, അല്ലാത്ത പ്ലാറ്റ്ഫോമിലൂടെ തന്നെ പഠിച്ച് അത് നിങ്ങൾ എന്ത് ചെയ്യണം, അത് റിച്ച് ആക്കി കൊണ്ടുവരണം കേട്ടോ. പിന്നെയുള്ളതാണ് റീസണിങ്. റീസണിങ്ങിലോട്ട് പോകുകയാണെങ്കിൽ റീസണിങ്ങും നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ 15 മിനിറ്റ് താഴെ സമയം കൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്തെത്താറുള്ളത്. അത്ര വലിയ ബുദ്ധിമുട്ട് റീസണിങ് 15 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ അങ്ങനെ ബുദ്ധിമുട്ട് ഉണ്ടാവാറില്ല. പക്ഷേ ചില ആൾക്കാരെ കറക്റ്റ് 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ പോകാറുണ്ട്. അങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്യണം, റീസണിങ്ങിൻ്റെ സെക്ഷണൽ ടെസ്റ്റുകളും ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് റെഡി ആക്കണം. കാരണം സ്പീഡാക്കണം. റീസണിങ് ഞാൻ ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് GK പോലെയല്ല, കുറച്ച് സ്പീഡാക്കണം കേട്ടോ. അപ്പോൾ റീസണിങ് എന്ത് ചെയ്യണം, കുറച്ച് ഇതുപോലത്തെ 15 മിനിറ്റ് താഴെ സ്ഥിരമായിട്ട് തീരുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അതിൻ്റെ പിന്നാലെ ഒരുപാട് മോക്ക് ടെസ്റ്റ് ചെയ്ത് സമയം കളയണ്ട. ഫുൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ചെയ്യുന്നത് മതി. പക്ഷേ 15 മിനിറ്റ് താഴെ നിങ്ങൾക്ക് സമയം നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ലോജിക്കൽ റീസണിങ്ങിൻ്റെ ടെസ്റ്റും ചെയ്ത് ആ 15 മിനിറ്റിനുള്ളിലോട്ട് സമയം നിങ്ങൾ കൊണ്ടുവരണം കേട്ടോ. പിന്നെയുള്ളത് മെയിനായിട്ട് മാത്സ് ആണ്. മാത്സ് പറയുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയട്ടെ. നമ്മുടെ ഫീനിക്സ് ബാച്ച് കേട്ടോ, നമുക്ക് വളരെ ബിഗ് റെസ്പോൺസ് ആണ് ഈ ബാച്ചിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞതിൽ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷത്തിൻ്റെ അപ്പുറത്ത് തന്നെ നമുക്ക് റെസ്പോൺസിബിലിറ്റി, ഭയങ്കര ടെൻഷനാണ് വരുന്നത്. അപ്പോൾ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി നമ്മൾ കൂടുതലാണ്. അപ്പോൾ ഒരു സംശയം വേണ്ട, റെസ്പോൺസിബിലിറ്റി നമ്മൾ 100% ഏറ്റെടുക്കും. ഫീനിക്സ് ബാച്ച് ക്ലാസ്സുകൾ 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ്. ജൂൺ 1 സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ അത് റെഗുലറായിട്ട് Day 1, Day 2, Day 3 മുതൽ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. അതാണ് ഈ ബാച്ചിൻ്റെ ഒരു പ്രത്യേകത. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ നമുക്ക് ഇത് ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ആപ്പിൽ കയറി ജോയിൻ ചെയ്യുക കേട്ടോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇനി മെയിനായിട്ട് എല്ലാവർക്കും ടെൻഷനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ 3 ടോപ്പിക്കല്ല, ഈ 4ാമത്തെ ടോപ്പിക്കാണ്, മാത്സ് ആണ്. മാത്സിനെ എങ്ങനെ നേരിടാന്നുള്ളതിലാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ പല കുട്ടികളുടെ പ്രശ്നം വെച്ചാൽ സാറേ മാത്സ് ഒന്നും ഒരിക്കലും 25 ചോദ്യം ഒന്നും 15 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാർ, എൻ്റെ മക്കളെ എനിക്കതേ പറയാനുള്ളൂ, ആരും ചെയ്യൂല കേട്ടോ. 15 മിനിറ്റ് കൊണ്ട് 25 ക്വസ്റ്റ്യൻ ആരും ചെയ്യൂല. അണ്ടിൽ ആൻഡ് എന്താണ്, നിങ്ങൾക്ക് അത്രയും സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ടുള്ള, ഏറ്റവും സിമ്പിളായിട്ടുള്ള പേപ്പർ വന്നാലേ 25 എല്ലാവരും ചെയ്യുള്ളൂ. ഇപ്പോൾ ചോദിക്കുന്ന പോലത്തെ ഒരു മോഡറേറ്റ് ടു ഹൈ ലെവൽ അല്ലെങ്കിൽ ഒരു ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരും ചെയ്യൂല എന്നുള്ള കാര്യം ആദ്യം നിങ്ങളൊന്ന് അക്സെപ്റ്റ് ചെയ്യുക. ആ സത്യം നിങ്ങളൊന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ മുന്നോട്ട് പോകുക. കാരണം ആരും ചെയ്യൂല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, പരമാവധി എത്ര എണ്ണം ചെയ്യാൻ പറ്റും, 25 എനിക്ക് എത്ര എണ്ണം ചെയ്യാൻ പറ്റും അത് ചെയ്യാം. എല്ലാവരും അത്രേ ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നിങ്ങൾക്ക് GK ഒക്കെ ഒരു 30 മാർക്ക് കിട്ടുമ്പോൾ നിങ്ങൾ ഹാപ്പി അല്ലേ? എന്തുകൊണ്ടാണ്, നിങ്ങൾക്കറിയാം GK ഒക്കെ എല്ലാവർക്കും കിട്ടുന്ന ഒരു ആവറേജ് സ്കോറാണ് 30. അതുപോലെ കുറച്ച് പരീക്ഷ ടഫാണെങ്കിൽ മാത്സും ഇനി അതുപോലെ ആവും. എല്ലാവർക്കും ഒന്നും 45-50 മാർക്കൊന്നും കിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, പരീക്ഷ ഈസി ആണെങ്കിൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരാം. പക്ഷേ ഒരു മോഡറേറ്റ് ഹൈ ലെവൽ ആണെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് 25 ക്വസ്റ്റ്യൻ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ടഫാണ്. ഇനിയിപ്പോൾ ഏത് മാത്സിൻ്റെ പുലിയാന്ന് പറഞ്ഞാലും 15 മിനിറ്റ് കൊണ്ട് 25 ക്വസ്റ്റ്യൻ ചെയ്യാൻ കുറച്ച് ടഫാണ് കേട്ടോ. അപ്പോൾ ആ സത്യം ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എത്ര എന്താ ഈ ചുരുങ്ങിയ 15 മിനിറ്റ് കൊണ്ട് എത്ര മാക്സിമം ചെയ്യാൻ പറ്റും. അത് നമുക്കറിയാം, ഇവിടെ സെക്ഷൻ ടൈമർ വന്നുകൊണ്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് 36 സെക്കൻഡാണ് കിട്ടും അല്ലേ. അത് ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ 3 സബ്ജക്റ്റ് പ്രശ്നമില്ല, ഇവിടെയാണ് പ്രശ്നം വരിക. 36 സെക്കൻഡ് കൊണ്ട് മാത്സിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യണം. ഓക്കെ, നമുക്ക് 36 സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളുണ്ട്. ചില ചോദ്യങ്ങൾ 1 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ എടുക്കാറുണ്ട്. ആ 36 സെക്കൻഡ് കൊണ്ട് എല്ലാ ചോദ്യം ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെപ്പോഴും ഇതിൻ്റെ മുമ്പ് പലപ്പോഴും മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയാറുള്ള കാര്യം, പക്ഷേ അവിടെ നമ്മൾ അത്ര സ്ട്രെസ് ചെയ്ത് പറയാറില്ല, സ്കിപ്പിംഗ് എന്ന് പറഞ്ഞ സാധനമുണ്ട് അല്ലേ. സ്കിപ്പിംഗ് ഈസ് ആൻ ആർട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ പറയുന്നൊരു കാര്യമാണ്. ആ ഒരു കല നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നില്ലെങ്കിൽ പ്രശ്നം. ഇത്രയും കാലം കുഴപ്പമില്ല, പല ആൾക്കാരും സ്കിപ്പ് ചെയ്യാറ് ഞാൻ കണ്ടിട്ടില്ല. കാരണം എന്താ, അവർ ഇംഗ്ലീഷും GK ഒക്കെ റീസണിംഗ് പെട്ടെന്ന് ചെയ്ത് ലാസ്റ്റ് ഒരു 30-35 മിനിറ്റ് സമയം ഉണ്ടാവും. അപ്പോൾ അവർ സ്കിപ്പ് ഒന്നും ചെയ്യാതെ പതുക്കെ 1, 2, 3 ആ ഓർഡറിൽ അങ്ങനെ ക്യാൻഡി ക്രഷ് കളിക്കുന്ന പോലെ ലെവൽ 1, ലെവൽ 2 അത് 1 ചെയ്തിട്ട് 2 ചെയ്യും, 2 ചെയ്തിട്ട് 3 ചെയ്യും, അങ്ങനെ പോകുന്ന ആളുകളുണ്ട്.
പക്ഷേ ആ പരിപാടി ഇനി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളാണ് ബാക്കോട്ട് പോകുന്നുള്ള മനസ്സിലാക്കുക. ഇപ്പോൾ ഈ അടുത്ത് നമ്മൾ സ്റ്റുഡൻറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ ഞാൻ സ്കിപ്പ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്താ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് എന്ത് ചെയ്യണം, സ്കിപ്പ് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞു അത്ര ഈസി ആയിരിക്കണം, അങ്ങനെയാണെങ്കിൽ ഓക്കെ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ 25 ചോദ്യത്തിൽ വളരെ സിമ്പിളായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ടാവും. ആ സിമ്പിളായിട്ടുള്ള ചോദ്യം ഫസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 10 to 20 സെക്കൻഡോടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ മാത്രം നിങ്ങൾ ഫസ്റ്റ് റൗണ്ടിൽ എന്ത് ചെയ്താൽ മതി. അതായത് 3 ടൈപ്പ് ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, സ്കിപ്പ് ചെയ്യണം. ഒന്ന് ഹാർഡ് ക്വസ്റ്റ്യൻസ്, അതായത് ഹാർഡ് ക്വസ്റ്റ്യൻസ് ഉദ്ദേശിച്ച് നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത ചോദ്യങ്ങൾ, അതായത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല ചോദ്യം, ആ ടൈപ്പ്. അതായത് നിങ്ങൾക്കൊന്ന് ആലോചിച്ച് സമയം എടുത്ത് ചെയ്യേണ്ട ചോദ്യങ്ങൾ. ചിലപ്പോൾ ആലോചിച്ചാൽ കിട്ടുമായിരിക്കും, പക്ഷേ ഫസ്റ്റ് റൗണ്ടിൽ ആലോചിക്കണ്ട കേട്ടോ. പിന്നൊന്ന് ലെങ്തി ക്വസ്റ്റ്യൻസ്. അതായത് ലെങ്തി ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ എന്താ, ക്വസ്റ്റ്യൻ ചിലപ്പോൾ സിമ്പിൾ ആയിരിക്കാം, പക്ഷേ വലിയ ലെങ്തി ചോദ്യം ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ മനസ്സിലാവില്ല അത് ഈസിയാണോ ടഫാണ്. ഫസ്റ്റ് റൗണ്ടിൽ ചെയ്യേണ്ട. മൂന്നാമത്തതോ, ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വായിച്ചപ്പോൾ മനസ്സിലായി, പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായി അത് ഒരുപാട് സമയം എടുക്കും അത് ചെയ്യാം. അതായത് 1 മിനിറ്റ് കൂടുതലെങ്കിലും അത് എടുക്കും അത് ചെയ്ത് ആൻസറിലേക്ക് എത്താൻ. പക്ഷേ ഇതാണ് ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി, പക്ഷേ അത് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് റൗണ്ട് ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കണം. ഈ ക്വസ്റ്റ്യൻസ് മാത്രം, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ, അതായത് നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി പക്ഷേ സമയം ഒരുപാട് എടുക്കും നിങ്ങൾക്ക് തോന്നിയത് കൊണ്ട് നിങ്ങളത് ആ റൗണ്ടിൽ ചെയ്യരുത്, സ്കിപ്പ് ചെയ്യണം. എന്നിട്ട് അത് മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കണം. ഈ 3 ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരു കാരണവശാലും ഫസ്റ്റ് റൗണ്ടിൽ തൊട്ടു പോകരുത്. മാത്രമല്ല ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഈ 3 കാറ്റഗറിയിൽപ്പെട്ട ക്വസ്റ്റ്യൻസാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മാക്സിമം ഒരു 10 to 15, മാക്സിമം 10 കേട്ടോ. അത് എങ്ങനെ പോയാലും ഒരു 15 സെക്കൻഡ് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. അല്ല നിങ്ങളൊരു 30 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചിട്ട് ഓക്കെ ഇത് ബുദ്ധിമുട്ടാണെന്നുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്ത് പോകുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇതൊക്കെ വിത്തിൻ 10 to 15 സെക്കൻഡ്സ് നിങ്ങൾ ഡീകോഡ് ചെയ്യണം. ലെങ്തി ക്വസ്റ്റ്യൻസ് കണ്ടോ, നോക്കാനേ പോകണ്ട. ഞാൻ പറഞ്ഞല്ലോ അതിനൊന്നും 10 സെക്കൻഡ് പോലും വേണ്ട, 2 സെക്കൻഡ് മതി. ലെങ്തി ക്വസ്റ്റ്യൻ ഒരു 4-5-6 സെൻറ്റൻസ് ഉണ്ട്, വായിച്ചു വരുമ്പോഴേക്കും ഒരുപാട് സമയം എടുക്കും, സ്കിപ്പ് ചെയ്തുകൊള്ളാം. പിന്നെ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതൊക്കെ സ്കിപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇതൊന്നും ചെയ്യേണ്ടേ എന്നല്ല കേട്ടോ. ഇതൊക്കെ ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾ തൊട്ടുപോകരുത്. ഈ ക്വസ്റ്റ്യൻ ഹാർഡ് ക്വസ്റ്റ്യൻ ഇതൊക്കെ നിങ്ങൾ ഏറ്റവും അവസാനത്തെ ഓപ്ഷനാണ്, ഏറ്റവും അവസാനം സമയം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. പക്ഷേ ഈ പറഞ്ഞ മൂന്നാമത്തെ കാറ്റഗറി എന്താ, നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ലെങ്തി ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ രണ്ടാമത്തെ റൗണ്ടിൽ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് റൗണ്ട് ചെയ്യണം. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടോ, ഞാൻ ഇപ്പോൾ കഴിഞ്ഞ നമുക്കറിയാം സെക്ഷണൽ ടൈമിംഗ് വന്നതിന് ശേഷം വന്ന ഒരു പരീക്ഷയാണ് SSC CPO പരീക്ഷ. ആ CPO പരീക്ഷയിലെ ഞാൻ ഒരൊറ്റ പേപ്പർ നോക്കിയപ്പോൾ അതിൽ എനിക്ക് എക്സാമ്പിളായിട്ട് കിട്ടിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാനൊന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം കേട്ടോ. അതായത് കുറച്ച് എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ല എങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ നമുക്കറിയാം പണ്ട് SSC CGL എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് കണ്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ CPO നമ്മുടെ SSC നടന്ന വേറൊരു ഡിഗ്രിയിലെ ഒരു പരീക്ഷയാണ്, അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഞാൻ എൻ്റെ എല്ലാ ക്ലാസ്സിലും പറഞ്ഞാണ്, നിങ്ങൾക്ക് പറഞ്ഞാൽ 144, 169, 196, 185 ഈ 4 ഓപ്ഷൻ തന്നിട്ട് ചോദ്യം ഇതാണ്, ഇതിൽ പെർഫെക്റ്റ് സ്കോർ അല്ലാത്ത നമ്പർ ഏതാ നോക്കിയിടാ. MTSന് പോലും ഒന്നും ചോദ്യം ചോദിക്കാറില്ല, പക്ഷേ കഴിഞ്ഞ CPO പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സെക്ഷണൽ ടൈമിംഗ് വരുമ്പോൾ പരീക്ഷ കുറച്ച് ഈസി ആവാനാണ് സാധ്യത. ഘട്ടത്തിൽ ഞാൻ സാധാരണ നമ്മുടെ മുമ്പിൽ സെക്ഷണൽ ടൈമിംഗ് വന്നിട്ടുള്ള ഒറ്റ പരീക്ഷയുള്ളൂ CPO പരീക്ഷ. ഇപ്പോൾ ടഫായാലും നമ്മൾ എന്ത് ചെയ്യണം, മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ടഫായിട്ടുള്ളൂ ചെയ്ത് പഠിക്കണം കേട്ടോ. പക്ഷേ കഴിഞ്ഞ CPO പരീക്ഷയ്ക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചു. നമുക്കറിയാം ഈ 4 പെർഫെക്റ്റ് സ്കോർ ആണ്, ഇത് പെർഫെക്റ്റ് സ്കോർ അല്ല, ഇതാണ് ആൻസർ. ഇത് കണ്ടുപിടിക്കാൻ എത്ര സമയം വേണം, 5 സെക്കൻഡ് പോരെ. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. വേറെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. ഒരു സർക്കിളിൻ്റെ റേഡിയസ് 10 ആണ്, ഏരിയ എന്താ കേട്ടോ. റേഡിയസ് 10 ആണ്, ഏരിയ എന്താ നമുക്കറിയാം. സർക്കിളിൻ്റെ ഏരിയ എന്താ, πr² ആണ്. അതിൽ കൊടുത്തേക്കുന്ന π എന്ന് പറഞ്ഞാൽ 3.14 ആണ്. പിന്നെ റേഡിയസ് 10 ആകുമ്പോൾ 10ന്റെ സ്ക്വയർ 100 നോക്കിയിടാം, 314 ആണ് ആൻസർ. ഇതിന് എത്ര സെക്കൻഡ് വേണം, 10 സെക്കൻഡ് വേണം അല്ലേ, 10 സെക്കൻഡ് താഴെ. വേറൊരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു, 2 നമ്പേഴ്സിൻ്റെ റേഷ്യോ 3:5 ആണ്. ഇവരുടെ ഡിഫറൻസ് 8 ആണെങ്കിൽ സം എത്രയെന്നാ ചോദ്യം. നോക്കിയിട്ട് എത്ര സെക്കൻഡ് വേണം, 5ഉം 3ഉം ഡിഫറൻസ് 2 യൂണിറ്റ്, ഈ 2 യൂണിറ്റ് ആണ് 8. സമ്മ് ചോദിച്ചാൽ 5ഉം 3ഉം 8 ആണ്. 8 യൂണിറ്റ് എത്ര, 2 യൂണിറ്റ് 8 ആണെങ്കിൽ 2 × 4 8 യൂണിറ്റ് 8 × 4 32. എത്ര സെക്കൻഡ് വേണം നിങ്ങൾക്ക്. പിന്നെ വേറൊരു ചോദ്യം, പ്രൈം നമ്പേഴ്സിൻ്റെ സ്ക്വയർ റൂട്ട് എന്താ, ഇറാഷണൽ നമ്പറാണ്. മനസ്സിലായി. ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒരു പകുതിയോളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. വേറെ ചോദ്യമായിരുന്നു 2 നമ്പേഴ്സിൻ്റെ 2 ആംഗിൾസ് അത് കോംപ്ലിമെൻ്ററി ആണ്. 2 കണ്ടീഷനാണ്, 2 ആംഗിൾസ് കോംപ്ലിമെൻ്ററി ആണ്. മാത്രമല്ല ഒരു ആംഗിളിൻ്റെ ഡബിൾ ആണ് മറ്റേ ആംഗിൾ. ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ആംഗിളിൻ്റെ ഡബിൾ എന്ന് വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. മനസ്സിലായോ? അതായത് കോംപ്ലിമെൻ്ററി ആണ്. നമുക്കറിയാം കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ 2 ആംഗിളും കൂട്ടിയാൽ 90 കിട്ടണം. മാത്രമല്ല അതിൽ ഒരു ആംഗിളിൻ്റെ ഡബിൾ ആണ് മറ്റേ ആംഗിൾ. അപ്പോൾ 4 ഓപ്ഷൻ നോക്കുമ്പോൾ അതിൽ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇപ്പോൾ കോംപ്ലിമെൻ്ററി എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് ചെയ്യാം. കാരണം ഒരു ആംഗിളിൻ്റെ ഡബിൾ ആണ് മറ്റേ ആംഗിൾ. ഈ 30, 60 വരുന്ന ഒരേ ഓപ്ഷനേ ഉള്ളൂ. ബാക്കിയുള്ളത് 55, 40 അല്ല 55, 45 അതുപോലെ തന്നെ എന്താണ് 45, 45 ഇങ്ങനത്തെയൊക്കെ ചോദ്യങ്ങളാണ്. അപ്പം നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യം ഒറ്റ പേപ്പർ എന്നാണ് ഞാൻ ഈ പറയുന്നത്, ഒരൊറ്റ പേപ്പർ എന്നാണ് ഈ ചോദ്യങ്ങൾ. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ എന്തായാലും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം നമ്മൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ തിരഞ്ഞ് കണ്ടുപിടിക്കണം. ചിലപ്പോൾ ഒരുപാടില്ല, ചിലപ്പോൾ 5 ഉള്ളൂ എന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് റൗണ്ടിൽ എന്ത് ചെയ്യണം, ഇങ്ങനത്തെ 5 ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടുപിടിക്കണം.
ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ ഓർഡറിൽ പോയി ഈ ക്വസ്റ്റ്യൻസുകൾ ചെയ്യാതെ അവസാനത്തെ ഒരു 10 ക്വസ്റ്റ്യൻ ഞാൻ കണ്ടില്ല സാറേ, ആ 10 ക്വസ്റ്റ്യനിൽ കണ്ടില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നം നാളെ ആൻസർ കീ വരുമ്പോൾ ആ 10 ക്വസ്റ്റ്യനിൽ ഇതുപോലത്തെ ഒരു 3-4 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരിക്കും. അപ്പോൾ 25 ചെയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റ് വേണ്ട. ഇതുപോലെ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലത്തെ 1 സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ജസ്റ്റ് പേന പോലും എടുക്കാതെ നോക്കി പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എല്ലാ പേപ്പറിലും ഉണ്ടാവും. ഇനി ഉണ്ടായില്ലെങ്കിൽ പോട്ടെ, പക്ഷേ ഉണ്ട് ക്വസ്റ്റ്യൻസ്. ആ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളത് കണ്ടെത്താം. അതുപോലെ തന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിലെ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് റൗണ്ടിൽ സ്കിപ്പ് ചെയ്യണം. ഇവിടെ സ്കിപ്പ് ചെയ്തേ പറ്റൂ. അത് പറ്റില്ല എന്ന് പറഞ്ഞ ആൾക്കാർ ഒരു രക്ഷയില്ലാതെ പറ്റിയേ പറ്റും. നമ്മളത് എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അതായത് വിത്തിൻ 10 സെക്കൻഡ് കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ നോക്കണം, ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ നമുക്ക് മാക്സിമം ഒരു 10-15 സെക്കൻഡ്സ് മതി. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യും? ഇപ്പോൾ 10 സെക്കൻഡോട് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ 26 സെക്കൻഡോടെ ലാഭമായി. കാരണം 36 സെക്കൻഡ് ഒരു ക്വസ്റ്റ്യൻ, ആ 26 സെക്കൻഡ് ചെയ്യാൻ നമുക്ക് ബാക്കിൽ ക്വസ്റ്റൻസിന് നടക്കാം. അങ്ങനെ ഈ ഫസ്റ്റ് റൗണ്ടിൽ ഇങ്ങനത്തെ ഒരു 10 ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയെങ്കിൽ മതി, 10 ക്വസ്റ്റ്യൻ. പക്ഷേ ഈ 10 ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യണം? 5 മിനിറ്റ് കൊണ്ട് തീർക്കണം. 15 മിനിറ്റിൽ 5 മിനിറ്റ് കൊണ്ട് ഈ ഫസ്റ്റ് റൗണ്ട് നമ്മൾ തീർക്കണം. അതായത് ഏറ്റവും പെട്ടെന്ന് നമുക്ക് എന്താ പറയുക, നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റിയ, അത് പെട്ടെന്ന് നോക്കി നേരെ ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ചോദ്യങ്ങൾ മാത്രം ഫസ്റ്റ് റൗണ്ടിൽ ചെയ്യാൻ എടുക്കുക. രണ്ടാമത്തെ റൗണ്ടിൽ ഞാൻ ഈ പറഞ്ഞ പോലത്തെ എന്താണ്, നമുക്ക് കുറച്ച് സമയം എടുക്കും. ഓക്കെ, എന്നാലൊരു 40-45 സെക്കൻഡ് മാക്സിമം ഒരു 1 മിനിറ്റ് ഒക്കെ എടുക്കും. പക്ഷേ ക്വസ്റ്റ്യൻ മനസ്സിലായി, അത് നമ്മൾ മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് എടുക്കുക, എന്ത് ചെയ്യുക? രണ്ടാമത്തെ റൗണ്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവാത്ത പുതിയ ക്വസ്റ്റ്യൻസ്, അതായത് പുതിയ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ആലോചിക്കാൻ സമയം എടുക്കുമെന്നുള്ള ചോദ്യങ്ങളാണെങ്കിൽ ഇത് 2 റൗണ്ട് കഴിഞ്ഞിട്ട് അവസാനം നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ മാത്രം അതിലോട്ട് പോയാൽ മതി. ഈ ഒരു രീതി നിങ്ങൾ പിന്തുടരുക. ഇനി സെക്ഷണൽ ടെസ്റ്റ് ചെയ്യും, ഫുൾ മോക്ക് ടെസ്റ്റ് ചെയ്ത് സമയം കളയണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് മാത്സ് എടുക്കുക. നിങ്ങൾ ഡെയിലി ഒരു ഫുൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ ഇനി അത് മാറ്റുക. എന്ത് ചെയ്യുക? ഒരു ഫുൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ 4 സെക്ഷണൽ ടെസ്റ്റ് ചെയ്തോ മാത്സിൻ്റെ, കേട്ടോ. എല്ലാ ലെവലും ചെയ്യണം. ഞാൻ പറഞ്ഞു ഈസി ആവാനാണ് സാധ്യതയെങ്കിലും ചിലപ്പോൾ ഈസി, മോഡറേറ്റ്, ടഫൊക്കെ ചോദിക്കാം. നമുക്കറിയാം ഒരു 45 ഷിഫ്റ്റായിട്ട് നടക്കുന്ന പരീക്ഷയാണ്. എല്ലാ ഷിഫ്റ്റും ചിലപ്പോൾ ഈസി ആവണമെന്നില്ല. അതിൽ ചില ഷിഫ്റ്റുകൾ 3-4-5 ഷിഫ്റ്റുകൾ എല്ലാ കൊല്ലം കുറച്ച് ടഫ് ആവാറുണ്ട്. അപ്പോൾ ടഫ് ആകുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുക. കാരണം എന്താ, ടഫ് ആകുമ്പോൾ എല്ലാവർക്കും മാർക്ക് കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിലൊരു ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റി കഴിഞ്ഞാൽ നോർമലൈസേഷൻ നിങ്ങൾക്ക് മാർക്ക് കൂടും. അപ്പോൾ ടഫ് ആകുമ്പോൾ ഒരിക്കലും സങ്കടപ്പെടല്ല വേണ്ട. ടഫ് ആകുമ്പോൾ നിങ്ങൾ ഈസി ആകുമ്പോഴാണ് നിങ്ങൾ സങ്കടപ്പെടുന്നത്. കാരണം ഈസി ആകുമ്പോൾ എല്ലാവർക്കും ഈസി, എല്ലാവരും നല്ല മാർക്കും. പക്ഷേ ടഫ് ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് അഡ്വാൻറ്റേജ്, അത് ഉള്ളതിലൊരു ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാം. അപ്പോൾ നിങ്ങൾ ഈ 15 മിനിറ്റ് കൊണ്ട് ഈ മാത്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് സ്ട്രാറ്റജി വെച്ചിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്യുക. പിന്നെ രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടതാണ് കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടുക. ഒരുപാട് കൺസെപ്റ്റുകൾ പുതിയത് ഇങ്ങനെ ഓക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, സിലബസ് കവർ ചെയ്തിട്ടുണ്ട്, ഒക്കെ ശരി. അതിൻ്റെ അപ്പുറത്തോട്ട് ഇനി വീണ്ടും പുതിയ കൺസെപ്റ്റുകൾ പോകുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ നിങ്ങൾ ഇപ്പോൾ ഉള്ള ക്വസ്റ്റൻസ് വൃത്തിക്ക് ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്യുക. മാക്സിമം മൈൻഡ് കാൽക്കുലേഷൻ ചെയ്യുക. പേന അങ്ങനെ എടുത്ത് ഇങ്ങനെ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് വരാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടുക, നന്നായിട്ട് കൂട്ടുക. നിങ്ങളുടെ കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. കാൽക്കുലേഷൻ സ്പീഡ് ഏതൊരാൾക്കും ഒരു മാക്സിമം നമുക്ക് ഇനി എന്തൊരു 3 മന്ത്സിൻ്റെ സമയം നമുക്ക് എന്തായാലും കിട്ടും. ആ 3 മന്ത്സ് കൊണ്ട് നിങ്ങൾക്ക് കൂട്ടാൻ പറ്റുന്നേ ഉള്ളൂ. അത് നമ്പേഴ്സ് വെച്ച് കാൽക്കുലേഷൻ ചെയ്യുക. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഡെയിലി ഒരു 10-50 2 ഡിജിറ്റ് നമ്പർ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 2 നമ്പർ നോക്കി, 24 × 27 എന്നൊക്കെ പറഞ്ഞില്ലേ? നിങ്ങൾ ഒറ്റ സ്റ്റെപ്പിൽ 2 ഡിജിറ്റ് നമ്പർ മൾട്ടിപ്ലൈ എടുക്കുക പഠിച്ചിട്ടുണ്ടാവും. 4 × 7 ചെയ്യുക, പിന്നെ 4 × 2 + 7 × 2, പിന്നെ 2 × 2 ചെയ്യുക. ഈ സാധനം നിങ്ങൾ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മൾട്ടിപ്ലിക്കേഷനും പ്രാക്ടീസ് ആവും. പിന്നെ നമ്മൾ ക്രോസ് ചെയ്ത് ആഡ് ചെയ്യുന്നത് കൊണ്ട് അഡീഷനും നിങ്ങൾക്ക് അവിടെ കൂടി പ്രാക്ടീസ് ആവും. അപ്പോൾ നിങ്ങൾ അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ പെട്ടെന്ന് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന 1 to 40 വരെയുള്ള സ്ക്വയർ, ക്യൂബ്, അത് 1 to 21, പിന്നെ 25, 26, 27 ക്യൂബ് പഠിക്കുക. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ മാക്സിമം ഒരു 30 വരെ, പ്രത്യേകിച്ച് 30 വരെ എല്ലാം പഠിച്ചില്ലെങ്കിൽ 30 വരെയുള്ള പ്രൈം നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളെങ്കിലും നിങ്ങൾ നോക്കി വെക്കുക. അതായത് ഒരു നമ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് അത് ഇന്നതിൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിലും പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 85 എന്നുള്ള നമ്പർ കാണുമ്പോൾ ഇനി നമ്മളൊരു CGL സീരിയസ് ആയിട്ട് പഠിക്കുന്ന ഒരാളുടെ മനസ്സിൽ 85 എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഇത് 5ൻ്റെ മൾട്ടിപ്പിൾ എന്നല്ല പറയേണ്ടത്. 5ൻ്റെ മൾട്ടിപ്പിൾ എന്നല്ല എല്ലാവരും പറയും. നമുക്ക് എന്ത് ചെയ്യണം? ഇത് 17ൻ്റെ മൾട്ടിപ്പിളാണ്, 17 × 5 ആണ് 85. ഇത് പറയാനുള്ള ലെവലിലോട്ട് നമ്മൾ എത്തണം. അത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. നിങ്ങൾ മാത്സിൽ ഒരു ഡിഗ്രിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ +2 സയൻസോ കാര്യങ്ങളോ ഒന്നും എടുക്കണ്ട. സാധാരണ നമ്മുടെ കടകളിൽ പോയി നോക്കി, കടയിൽ റിസപ്ഷനിൽ ഇരിക്കുന്ന സ്റ്റാഫ് ഇതിൽ നന്നായിട്ട് കാൽക്കുലേഷൻ ചെയ്യും. അവരാരും ഡിഗ്രി എടുത്തിട്ടാണോ? അല്ല, അവരൊക്കെ എന്താണ്? അവർക്ക് അവരുടെ പ്രാക്ടീസ് കൊണ്ട് നേടിയെടുത്താണ്. നമ്മളൊക്കെ പല എക്സാമ്പിൾ കാണില്ലേ, കണ്ടക്ടർമാരും അതുപോലെ ബസ്സിലൊക്കെ വലിയ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടല്ലോ, പക്ഷേ അവരൊക്കെ എത്ര കൃത്യമായിട്ട് കാൽക്കുലേഷനൊക്കെ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്ത് പോകുന്നു അല്ലേ? കടയിൽ മറ്റേ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരുപാട് അവരാരും ഡിഗ്രി എടുത്തിട്ട് നല്ല മാത്സ് കാൽക്കുലേഷൻ ഇമ്പ്രൂവ് ആക്കി. ഇത് പ്രാക്ടീസിലൂടെ കിട്ടുന്ന ഒരു സാധനം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? പലപ്പോഴും നമ്മൾ പറയുന്ന കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടണം. അപ്പോൾ അവരെന്ത് ചെയ്യും? പല ആളുകളും എന്താ വെച്ചാൽ കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടുന്നതിന് പകരം കൺസെപ്റ്റ് ഒരുപാട് ഇങ്ങനെ ചെയ്യാനും ഒരുപാട് ക്വസ്റ്റ്യൻസ് പുതിയ ടൈപ്പ് കാണാനും പോകും. ഓക്കെ, അത് നല്ലതാണ്, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടാൻ നിങ്ങളിപ്പോൾ 4 ടോപ്പിക്ക് മാത്സ്, ഇംഗ്ലീഷ്, റീസണിങ്, GK എന്ന് പറഞ്ഞ പോലെ തന്നെ എക്സ്ട്രാ ഒരു ടോപ്പിക്കായിട്ട് തന്നെ വേണമെങ്കിൽ കാൽക്കുലേഷൻ എഴുതി വെച്ചോ. ആ കാൽക്കുലേഷൻ സ്പീഡ് നിങ്ങൾ കൂടിക്കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, നിങ്ങൾക്ക് ബാക്കിയുള്ളവർ ചെയ്യുന്നതിനേക്കാളും ഒരു ബെസ്റ്റ് പെർഫോമൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ മാത്സിൻ്റെ സെക്ഷനിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ട കേട്ടോ. പിന്നെ സെക്ഷനിൽ ഒരു ശ്രദ്ധിക്കേണ്ടത്, മാത്സ് കഴിഞ്ഞാൽ അടുത്ത് വരാൻ ഇംഗ്ലീഷാണ്. അപ്പോൾ മാത്സ് കുറച്ച് ടഫായി പോയി എന്ന് വിചാരിച്ച് അടുത്ത് ഇംഗ്ലീഷിലോട്ട് പോകുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിച്ച് പോരുത് കേട്ടോ. അപ്പോൾ മാത്സിൽ കഴിഞ്ഞ് ഏത് സെക്ഷൻ തീർന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ കഴിഞ്ഞു, പിന്നെ അത് അടുത്ത സെക്ഷനിലോട്ട് എടുക്കരുത്. അത് പ്രത്യേകം മനസ്സിലാക്കണം. റീസണിങ് ഓക്കെ ഫസ്റ്റ് ഇത് ചെയ്തു, അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത GK പോകണം.
ആ റീസണിങ്ങിൽ എന്ത് സംഭവിച്ചോ അത് നിങ്ങൾ എന്ത് ചെയ്യരുത്, ജി കെയിലോട്ട് എടുക്കരുത്. ജി കെയിൽ എന്ത് സംഭവിച്ചോ അത് മാത്സിലോട്ട്. കാരണം ഏതാണ് നമുക്ക് അഡ്വാൻറ്റേജ് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യും, നമുക്ക് ഈസി ആയിട്ടുള്ള സബ്ജക്റ്റും കൂടെ നമ്മൾ എന്ത് ചെയ്യും, കൊണ്ടുപോയിട്ട് കുളമാക്കും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പ്രത്യേകിച്ച് മാത്സിലൊക്കെ എന്ത് ചെയ്യുക, മാത്സിലൊക്കെ ചിലപ്പോൾ ടഫായി നിങ്ങൾക്ക് തോന്നും. ഇപ്പോൾ ടഫാണ്, എല്ലാവർക്കും ടഫാന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പക്ഷേ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് മാത്രം ടഫാണ്. പിന്നെ അത് ഇംഗ്ലീഷിലോട്ട് പോകുമ്പോൾ ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിയുന്ന പോലെ നിങ്ങൾ കുറേ തെറ്റിച്ചു എന്ന് വരാം. ആ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുക, ചെയ്യാതിരിക്കുക കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ മാത്സിൻ്റെ സെക്ഷണൽ ടെസ്റ്റുകൾ ഇനി ചെയ്താൽ മതി. ഫുൾ മോക്ക് ടെസ്റ്റ് വളരെ കുറച്ച് ചെയ്താൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞില്ല, റീസണിങ് കുറച്ച് ബുദ്ധിമുട്ടുള്ള റീസണിങ്ങും ചെയ്യുക. ബാക്കി മാത്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ ജി കെ ഒന്നും സെപ്പറേറ്റ് സെക്ഷണൽ ടെസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട. ഞാൻ എക്സാമ്പിൾ പണ്ട് ഞാനൊക്കെ 2019 പഠിക്കുന്ന സമയത്ത് അന്ന് Tier 2 ഇംഗ്ലീഷും മാത്സും മാത്രമേ ഉള്ളൂ. അപ്പോൾ മാത്സിന് നമുക്ക് സമയത്തിൻ്റെ പ്രശ്നം വരും, അതുകൊണ്ട് മോക്ക് ടെസ്റ്റ്. ഇംഗ്ലീഷിന് എന്താ സമയത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. 200 ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല, 200 ക്വസ്റ്റ്യൻ ഉണ്ടാവും 2 മണിക്കൂർ, 1 മണിക്കൂർ 1.5 മണിക്കൂർ ആകുമ്പോൾ എല്ലാവരും ചെയ്തു. ഞാൻ പറയാമല്ലോ, ഞാനത് മെയിൻസിൻ്റെ പരീക്ഷയ്ക്ക് വെറും 2 ഇംഗ്ലീഷിൻ്റെ സെക്ഷണൽ ടെസ്റ്റാണ് ഞാൻ എടുത്ത്. 2 ടെസ്റ്റ്. കാരണം നമുക്കവിടെ സമയത്തിൻ്റെ പ്രശ്നമില്ലാത്തതുകൊണ്ട് ഞാൻ അധികം സമയം എടുത്ത് ചെയ്തിട്ടില്ല. പക്ഷേ മാർക്കിന് വലിയ കുറവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ സമയം 100ൻ്റെ മുകളിൽ ഞാൻ മാത്സിൻ്റെ സെക്ഷണൽ ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്. അന്ന് മാത്സ് ഇംഗ്ലീഷ് മാത്രമല്ല, മാത്സ് ഇംഗ്ലീഷ്. അപ്പോൾ മാത്സിൻ്റെ ഞാൻ 100ൻ്റെ മുകളിൽ ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷ് ആകെ ചെയ്ത് 2. അപ്പോൾ നിങ്ങൾ ഈ ഒരുപാട് സെക്ഷണൽ ടെസ്റ്റുകൾ ചെയ്താൽ നിങ്ങൾ പഠിക്കാനുള്ളൊരു വഴിയല്ല കേട്ടോ. പഠിക്കാൻ നിങ്ങൾക്ക് എല്ലാത്തിനും ബുക്കും കണ്ടന്റും കാര്യങ്ങൾ വരും. സെക്ഷണൽ ടെസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് അതിൻ്റെ കാര്യം. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്ത് പഠിക്കുക. വേറെ എന്താടാ, വേറെ ഓർഡർ പറഞ്ഞു. പിന്നെ കാൽക്കുലേറ്റർ സ്പീഡ്, സ്കിപ്പിംഗ്, ഇതാ 10 സെക്കൻഡ് ഇടാം, മാക്സിമം 10-15 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്തിരിക്കണം. പിന്നെ ഏതാ, ഇപ്പോൾ എക്സാമ്പിൾ ക്വസ്റ്റനൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ. ലെങ്തി ക്വസ്റ്റനെ കണ്ടു കഴിഞ്ഞാൽ വായിക്കാനേ പോരുത്. പിന്നെ ഇതുപോലത്തെ ഞാനിപ്പോൾ എഴുതിയ എക്സാമ്പിൾ പോലത്തെ ചോദ്യങ്ങളൊക്കെ, ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ മനസ്സിൽ വന്നൊരു 4-5 ക്വസ്റ്റൻ ഒറ്റ പേപ്പറിൽ കേട്ടോ. നമുക്കറിയാം CPOയിൽ 50 ക്വസ്റ്റൻ മാത്സ് ഉണ്ടാവുക. ആ ഒറ്റ പേപ്പറിൽ ഒരു 5 ക്വസ്റ്റൻ എൻ്റെ മനസ്സിൽ വന്ന് പെട്ടെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനത്തെ വളരെ സിമ്പിളായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് 36 സെക്കൻഡ് ഒന്നും വേണ്ട ചെയ്യാൻ കേട്ടോ. 36 സെക്കൻഡൊക്കെ നോക്കിയേ, അതിൻ്റെ 4 സമയം കൊണ്ട് ഈ ക്വസ്റ്റനൊക്കെ നിങ്ങൾ ചെയ്യും. അപ്പോൾ തിയറിയൊക്കെ അതുപോലെ തന്നെ നമ്പേഴ്സിലൊക്കെ തിയറി ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ അതേ നേരത്തെ പറഞ്ഞു, ഒരു പ്രൈം നമ്പറിൻ്റെ റൂട്ട് എന്തായിരിക്കും ചോദ്യം ഇതാണ്. ഹോൾ നമ്പർ, നാച്ചുറൽ നമ്പർ, റാഷണൽ നമ്പർ, ഇറാഷണൽ നമ്പർ. അപ്പോൾ പ്രൈം നമ്പറിൻ്റെ റൂട്ട് എപ്പോഴും എന്തായിരിക്കും, ഇറാഷണൽ നമ്പർ ആയിരിക്കും. ഇങ്ങനത്തെ തിയറിയും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്പറൊക്കെ തന്നിട്ട് ഈ നമ്പേഴ്സൊക്കെ ഏത് സീരീസിൽ പെട്ടതാണ്, ഹോൾ നമ്പർ, നാച്ചുറൽ നമ്പർ, ഇൻഡിജർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അത് കൃത്യമായിട്ട് നമ്പർ ഇഷ്ടത്തിലൊക്കെ കുറേ. പിന്നെ കുറച്ച് വെയിറ്റേജ്, ഇപ്പോൾ എഡ്യൂക്കേറ്റീവ് വന്നതിന് ശേഷം കുറച്ച് വെയിറ്റേജ് കൂടുതൽ എവിടെയാണ്, അഡ്വാൻസ് മാത്സ് ആണ്. പണ്ടൊക്കെ ഈക്വൽ വെയിറ്റേജ് ആയിരുന്നു, മാത്സും അരിത്മെറ്റിക്കും അഡ്വാൻസ് തമ്മിൽ ഒരു ഈക്വൽ വെയിറ്റേജ് ആണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് അധികം ഒന്നുണ്ട്, നമ്മുടെ അഡ്വാൻസ് മാത്സ് ഉണ്ട്. പ്രത്യേകിച്ച് ഈ മെൻസുറേഷൻ 2D 3Dയിലൊക്കെ ഈ ഏരിയാസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അധികം ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് അധികം എന്ത് ചെയ്യുക, നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ, ഈ CGL എക്സാമിന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ കഴിഞ്ഞ CPO പരീക്ഷേൻ്റെ 8 ഷിഫ്റ്റാന്ന് തോന്നുന്നു, 8 or 7 ഷിഫ്റ്റ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ എല്ലാം നിങ്ങൾ ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ മാത്സും റീസണിങ്ങെങ്കിലും നിങ്ങൾ ചെയ്യണം. കഴിഞ്ഞ CGL എക്സാമിൻ്റെ 45ഓളം ഷിഫ്റ്റ് ഉണ്ട്, ചെയ്യണം. കഴിഞ്ഞ CHSL എക്സാം അതും ഒരു 30-40ഓളം ഷിഫ്റ്റ് ഉണ്ട്, അതും നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്യണം. ഇത് ചെയ്യാതെ ഒരാളും അടുത്ത CGL പരീക്ഷയ്ക്ക് പോകരുത്. പിന്നെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം, കഴിഞ്ഞ സെലക്ഷൻ പോസ്റ്റിൻ്റെ പേപ്പർ കേട്ടോ, സെലക്ഷൻ പോസ്റ്റിൻ്റെ പേപ്പർ ആദ്യം നടന്ന എഡ്യൂക്കേറ്റിൻ്റെ പരീക്ഷയാണ്. ഒരു കാരണവശാലും ചെയ്ത് നോക്കരുത്. കാരണം അത് ഫസ്റ്റ് പരീക്ഷ നമ്മൾ കണ്ടതാണ്. ഒരുപാട് എന്താ പറയുക, അൺവാണ്ടഡ് ആയിട്ടുള്ള ഔട്ട് ഓഫ് സിലബസ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ചെയ്തോ, അതിൽ സിലബസിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യാല്ല. വെറുതെ അത് ചെയ്ത് നോക്കിയിട്ട് അയ്യോ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ 3 സാധനങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നിർബന്ധമായിട്ടും എല്ലാവരും ഈ കഴിഞ്ഞ ഈ വരുന്ന CGL സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ 3 ക്വസ്റ്റ്യൻ പേപ്പർ എവിടെന്നെങ്കിലും ഒപ്പിക്കുക കേട്ടോ. എവിടുന്ന് കിട്ടും എനിക്കറിയില്ല, പണ്ടത്തെ പോലെ പബ്ലിക്കായിട്ടൊന്നും അവൈലബിൾ അല്ല. പക്ഷേ എവിടെ നിന്നാണ് കിട്ടുന്നത്, ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ എക്സാം എഴുതിയ ആളുകൾ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അവരുടെ നിന്നൊക്കെ വാങ്ങിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങളത് ചെയ്ത് നോക്കുക. ഈ 3 ചെയ്ത് നോക്കാതെ ഇത് കഴിഞ്ഞ ശേഷം വേണമെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള MTS പോലത്തെ GD പോലത്തെ പരീക്ഷകളൊക്കെ നടന്നിട്ട് അതൊക്കെ നോക്കിക്കോ കേട്ടോ. പക്ഷേ ഇത് നോക്കാതെ ഒരിക്കലും എന്ത് ചെയ്യരുത്, CGLോട്ട് പോകരുത്. ഇതൊരു പ്രാവശ്യം നോക്കണം എന്നല്ല ഞാൻ പറയുന്നത്, ഇത് 2 പ്രാവശ്യമെങ്കിലും മിനിമം ചെയ്ത് നോക്കിയിട്ട് പോകാം. കാരണം ഇതിൽ തന്നെ പല ക്വസ്റ്റ്യനും പിന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഇത് നോക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വേറെ നോക്കണം. പല ആൾക്കാരും TCS വന്നു, ഇനിയിപ്പോൾ അത് നോക്കണം, TCS പോയി ഇനിയിപ്പോൾ അത് നോക്കണ്ടല്ലോ, എഡ്യൂക്കേറ്റീവ് മാത്രം അങ്ങനെയൊന്നുമല്ല. TCSലൊക്കെ ചോദിച്ച ഒരുപാട് ചോദ്യങ്ങൾ അതേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് എഡ്യൂക്കേറ്റീവ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് കഴിഞ്ഞതിന് ശേഷം പ്രീവിയസ് ഇയർ ഡെയിലി എന്ത് ചെയ്യണം, ഒരു 3-4 മിനിമം സെക്ഷണൽ ടെസ്റ്റ് എങ്കിലും നിങ്ങൾക്ക് ചെയ്യണം. ഇനി നമ്മൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇതുപോലത്തെ കുറച്ച് പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് എങ്ങനെ സെക്ഷണൽ ടെസ്റ്റ് എഴുതേണ്ടതെന്നൊക്കെ നമ്മുടെ ഒരു ലാബ് അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. അത് റെഡി ആയി കഴിഞ്ഞാൽ ആ ലാബിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് കുട്ടികളെ ലൈവായിട്ട് തന്നെ നമ്മൾ നേരിട്ട് തന്നെ അവർക്ക് വേണ്ട മെൻറ്റർഷിപ്പും കാര്യങ്ങളും എങ്ങനെ ഒരു മോക്ക് ടെസ്റ്റ് എഴുതണം എന്നൊക്കെ കൃത്യമായിട്ട് അവരെ നമ്മുടെ ലാബിൽ ഇരുത്തി പറഞ്ഞു കൊടുക്കുന്ന പരിപാടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ടെൻഷനും വേണ്ട കേട്ടോ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ മതി. കാൽക്കുലേറ്റർ സ്പീഡ് കൂട്ടുക, ഡെയിലി സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുക, ഇത്ര ചെയ്താൽ ബാക്കി നമുക്ക് എന്ത് ചെയ്യുക, റെഡി ആക്കി എടുക്കാം. നിങ്ങൾ ടെൻഷൻ അടിക്കരുത് ഒരിക്കലും കേട്ടോ. നിങ്ങൾക്ക് എന്തോ ടഫാണ്, ഓക്കെ ടഫാണ്, ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ ആദ്യം എക്സ്പെക്ട് ചെയ്യേണ്ടത് 50 out of 50 വേണ്ട. ഈസി ആണെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടിക്കോളും. ഇപ്പോൾ എക്സ്പെക്ട് ചെയ്തില്ലെങ്കിലും ഈസി ആണെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടും. പക്ഷേ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് മാക്സിമം എത്ര ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു മോഡറേറ്റ് ഹാർഡ് ലെവലൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ GK കിട്ടുന്ന പോലത്തെ ഒരു സ്കോർ മാത്സിന് കിട്ടിയാൽ നമ്മൾ ഇനി അങ്ങോട്ട് ഹാപ്പി ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി കാലം 45 കിട്ടിയിരുന്ന സാർ ഇപ്പോൾ 30 കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ടത് അതേ എക്സാം എഴുതി ബാക്കിയുള്ളവർക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ബാക്കിയുള്ള എല്ലാവർക്കും 45-50 കിട്ടുന്നത്, നിങ്ങൾക്ക് മാത്രമാണ് 30 കിട്ടുന്നെങ്കിൽ അതൊരു പ്രശ്നമാണ്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും 30-35 മാർക്ക് കിട്ടുന്നെങ്കിൽ അത് ആവറേജ് സ്കോറാണ്. ആ ഒരു സത്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക.
അത് പകരം ഈസി ക്വസ്റ്റ്യൻ, ഈ ഈസി ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആദ്യം ചൂസ് ചെയ്ത് പിക്ക് ചെയ്ത് എന്ത് ചെയ്യണം, അത് ചെയ്യാനുള്ള രീതിയിലോട്ട് ഞാൻ അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ മാറ്റിയേ പറ്റൂ. മാത്സ് പ്രത്യേകിച്ച് അത് ചെയ്ത് മോക്ക് ടെസ്റ്റ് ചെയ്ത്, കാരണം ആലോചിച്ചിരുന്ന് സ്കിപ്പ് ചെയ്യുന്ന പരിപാടിയല്ല കേട്ടോ. അതായത് ഒരുപാട് ആലോചിച്ച് ഒരുപാട് നേരെ ഇരുന്ന് ഒരു 30-40 സെക്കൻഡ് ഇരുന്ന് ആലോചിച്ച് ഓക്കെ ഇത് ടഫ് ക്വസ്റ്റ്യൻ ആണ് അല്ലെങ്കിൽ ഇത് വേണ്ട അടുത്ത ക്വസ്റ്റ്യൻ, ആ പരിപാടിയല്ല. നമുക്ക് 15 മിനിറ്റ് ഉള്ളൂ, അത് മനസ്സിലാക്കുക. അതിലൊരു മിനിറ്റ് പോയാൽ തന്നെ അവിടെ അത്രയും ബാക്കിലായി. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് 36 സെക്കൻഡ്, അതിൽ കൂടുതൽ സമയം എടുത്താൽ അടുത്ത ക്വസ്റ്റ്യൻ്റെ സമയമാണ് നമ്മൾ വീണ്ടും എടുക്കും. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഉപകാരം കിട്ടിയതുമില്ല, അടുത്ത ക്വസ്റ്റ്യൻ്റെ സമയം നമ്മൾ എടുത്തു. അപ്പോൾ ആ സമയം 10 to 15 മാക്സ് 15 ഒക്കെ കൂടുതലാണെന്ന് ഞാൻ പറയുള്ളൂ. ഒരു 10 സെക്കൻഡ് കേട്ടോ, 10 സെക്കൻഡ് ആകുമ്പോൾ നമ്മൾ വിചാരിക്കും അത് വലിയ ചെറിയൊരു സമയമല്ല. നിങ്ങളൊന്ന് കൗണ്ട് ചെയ്ത് നോക്കുക, 10 സെക്കൻഡ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വായിച്ച് അത് ടഫ് ആണോ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണോ മനസ്സിലാക്കാനുള്ള സമയം 10 സെക്കൻഡ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സ്കിപ്പ് ചെയ്ത് റെഡിയായേ പറ്റൂ. കാരണം മാക്സിമം സ്കോർ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മാത്സിന് സ്കോർ ചെയ്യണം. എപ്പോഴും 50 ഔട്ട് ഓഫ് 50 എയിം ചെയ്യാതെ മാക്സിമം എത്ര എനിക്ക് പറ്റൂ, അത് 50 ആണെങ്കിൽ 50 തന്നെ വേണം, നിർബന്ധമില്ല. ഇനി ടഫ് ആണെങ്കിൽ ചിലപ്പോൾ ഒരു 5 ക്വസ്റ്റ്യനെ 10 ക്വസ്റ്റ്യനെ കിട്ടിയിട്ടുള്ളത് അത് മതി. പക്ഷേ ആ 10 ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യരുത്, ചെയ്യാതെ പോകും. ഒരു ഓർഡറിൽ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാൻഡി ക്രഷ് ചെയ്യുന്ന പോലെ ഓർഡറിൽ 1 2 3 എന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ടഫ് ക്വസ്റ്റ്യൻ ഇടയ്ക്ക് വെച്ച് സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഒരു 10-15 ക്വസ്റ്റ്യൻ ആകുമ്പോൾ നിങ്ങൾ പരീക്ഷ സമയം തീരും. ബാക്കി 10 ക്വസ്റ്റ്യൻ എന്താണെന്ന് പോലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതിലായിരിക്കും ഏറ്റവും കൂടുതൽ ഈസി ആയിട്ടുള്ള ആ 10 ചിലപ്പോൾ 5 ക്വസ്റ്റ്യനൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഒരിക്കലും വരരുത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. വേറെ എന്താ, ബേസിക് ക്വസ്റ്റൻസ് ഒക്കെ ഞാൻ പറഞ്ഞ പേപ്പർ ഒക്കെ എടുത്ത് നോക്കുക, അതിലൊക്കെ തിയറി ക്വസ്റ്റൻസും ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. സ്കിപ്പ് ചെയ്ത് പോയത് ചെയ്ത് കേട്ടോ, ചെയ്ത് കണ്ടുപിടിച്ചതിന് ശേഷം പോവുക. പിന്നെ ഫാസ്റ്റസ്റ്റ് മെത്തേഡ് പറ്റുകയാണെങ്കിൽ മൈൻഡ് കാൽക്കുലേഷനെ കുറച്ച് കൂട്ടുക. പേനും പേപ്പറും വെച്ചുള്ള കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്തോ, ഓക്കെ. നിങ്ങൾക്ക് എപ്പോഴും പറയാനുള്ളത് 2 ഡിജിറ്റ് മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് 5 സെക്കൻഡ് താഴെ ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് നിങ്ങൾ നല്ല സ്പീഡ് ഉണ്ട്. 10 സെക്കൻഡ് താഴെയാണെങ്കിൽ നിങ്ങൾ ഓക്കെയാണ്. പക്ഷേ ഒരു 10 സെക്കൻഡ് കൂടുതൽ നിങ്ങൾ 2 ഡിജിറ്റ് മൾട്ടിപ്ലൈ ചെയ്യാൻ 10 സെക്കൻഡ് കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാൽക്കുലേഷൻ സ്പീഡ് വീക്കാണെന്ന് അതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ 2 ഡിജിറ്റ് നമ്പറൊക്കെ ഒരു 5 സെക്കൻഡ് താഴെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്പീഡ് കൂട്ടിക്കോളുക. അതിൽ തന്നെ നമുക്ക് മൈൻഡ് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുന്നത് പരമാവധി മൈൻഡിൽ ചെയ്യും. മൈൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ പേനോട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സമയം എടുത്തിട്ട് മൈൻഡിൽ ചെയ്യുകയും ചെയ്ത് അതും പ്രത്യേകം ശ്രദ്ധിക്കുക. പല ആൾക്കാരും മൈൻഡ് കാൽക്കുലേഷൻ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മൾ 5 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 5 സെക്കൻഡ് കൊണ്ട് ചെയ്യുന്ന ഒരു മൾട്ടിപ്ലിക്കേഷൻ 10 സെക്കൻഡ് എടുത്ത് മൈൻഡിൽ ചെയ്യുന്ന ആ പരിപാടി നടക്കും. പെട്ടെന്ന് മൈൻഡിൽ കിട്ടണം. മൈൻഡിൽ കിട്ടുന്നില്ല, നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പേനും പേപ്പർ എടുത്ത് ചെയ്തുകൊള്ളാം. മൈൻഡ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നിൽക്കണ്ട കേട്ടോ. നിങ്ങളെ പേന ഞാൻ പറഞ്ഞില്ല, ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ പല ട്രിക്കും കാര്യങ്ങൾ പറയുമ്പോൾ അവർക്കതൊന്നും ആവശ്യമില്ല. അവർ ചിലപ്പോൾ കാൽക്കുലേഷൻ സ്പീഡ് കൊണ്ട് പെട്ടെന്ന് പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയും ചെയ്യാം കേട്ടോ. അല്ലാതെ എപ്പോഴും മൈൻഡ് കാൽക്കുലേഷൻ വേണം. മൈൻഡ് കാൽക്കുലേഷൻ നല്ലതാണ് ചെയ്ത് കഴിഞ്ഞാൽ, പക്ഷേ പരീക്ഷയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ആലോചിച്ച് സമയം കളയരുത്. ആ സമയം കൊണ്ട് ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ ഞാനൊക്കെ എൻ്റെ പേഴ്സണലി പറയുന്നത് എനിക്ക് ഒരു 5 സെക്കൻഡ് താഴെ 2 ഡിജിറ്റ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ആ മൾട്ടിപ്ലൈ ചെയ്യാൻ വരുന്ന ഒരു സാധനം ഇരുന്ന് ഞാൻ 10 സെക്കൻഡ് ആലോചിച്ച് മൈൻഡ് കാൽക്കുലേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. മൈൻഡ് കാൽക്കുലേഷൻ നമ്മൾ 5 സെക്കൻഡോട് ചെയ്യുന്ന ചോദ്യമാണെങ്കിൽ മൈൻഡ് കാൽക്കുലേഷൻ നമുക്ക് ഒരു 3 സെക്കൻഡോട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ, അത് മതി. അത് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുക, പേനയും പേപ്പറും എടുത്ത് ചെയ്തുകൊള്ളാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, റെഡിയാക്കുക. പിന്നെ വീക്കിലി ഒരു 1-2 ഫുൾ മോക്ക് ടെസ്റ്റുകൾ എടുക്കുക. ഫുൾ മോക്ക് ടെസ്റ്റ് എടുക്കാതിരിക്കരുത്. കാരണം നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റും അത് മാത്രമല്ല, നമുക്ക് മാത്സ് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ ഇതിങ്ങനെ ഒരു എക്സാം പ്രോസസ്സിലൂടെ ഇങ്ങനെ പോകുമ്പോഴുള്ള ഒരു ടെൻഷനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റീസണിങ് കഴിഞ്ഞിട്ട് GK വരും, GK കഴിഞ്ഞിട്ട് മാത്സ് വരും, മാത്സ് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് വരും. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രാൻസിഷൻ കൂടെ നമ്മൾ ഫുൾ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യണം. പക്ഷേ ഡെയിലി ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ 1 ഇൻ എ വീക്ക് അല്ലെങ്കിൽ ഒരു 2 ഇൻ എ വീക്കെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അത് ചെയ്യണം. കാരണം ആ ട്രാൻസിഷൻ കൂടെ ഞാൻ ഈ പറഞ്ഞ പോലെ റീസണിങ് ഫസ്റ്റ് നമ്മൾ വരുന്നു. ചിലവരൊക്കെ നല്ലതാണ് റീസണിങ് ഫസ്റ്റ് വരുന്നത് കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ആ ഓർഡർ അവിടെ നിർബന്ധമൊന്നുമില്ല. പക്ഷേ ആ ഓർഡറിലാണ് റീസണിങ് ഫസ്റ്റ് വരുന്നത്. കാരണം റീസണിങ് നമുക്ക് എങ്ങനെ പോയാലും നമുക്ക് കുറച്ച് ക്വസ്റ്റൻ ചെയ്യാൻ കിട്ടുന്ന ഏരിയയാണ്. അപ്പോൾ നമുക്ക് ആ കോൺഫിഡൻസോട് കൂടി സെക്കൻഡിലോട്ട് പോകാൻ പറ്റും. പക്ഷേ GK എടുത്തുമ്പോൾ നേരെ തിരിയും. കാരണം GK നമുക്ക് എല്ലാം കിട്ടില്ല. പക്ഷേ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, GK എല്ലാവർക്കും എല്ലാം കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ക്വസ്റ്റൻ പോയാലും കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ GK അവസാനത്തേക്കുള്ള 5 മിനിറ്റ് നമ്മൾ മാത്സിനോട്ട് വേണ്ടിയുള്ള തയ്യാറെടുപ്പും കൂടെ നടത്താം കേട്ടോ. അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് മനസ്സിൽ ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ ഡൗട്ടൊക്കെ ഉള്ളതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വേറെ പേപ്പറിലൊക്കെ എഴുതി. അതൊക്കെ നിങ്ങൾക്ക് ഓർത്താൽ തന്നെ കിട്ടും. ഞാൻ പറഞ്ഞേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഓർത്ത് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കണം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ പേപ്പറിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും അടുത്ത മാത്സിൻ്റെ തുടങ്ങുന്നതിന് മുമ്പായിട്ട് 5 മിനിറ്റ് അവസാനം എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ച് മാത്സിലോട്ട് തയ്യാറെടുപ്പ് നടത്തുക. കാരണം നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടി വരാൻ പോകുന്ന മാത്സിലാണ്. അപ്പോൾ ആ മാത്സിൽ എന്ത് ചെയ്യുക, തയ്യാറെടുപ്പ് നടത്തുക, എന്നിട്ട് മാത്സിലോട്ട് പോവുക. അതുപോലെ മാത്സ് കഴിഞ്ഞു, ഓക്കെ മാത്സ് കുറച്ച് ടഫായി പോയി, ഒന്നും ചെയ്യണ്ട. മാത്സ് ടഫായെങ്കിൽ അത് അവിടെ തീരുക. അടുത്ത 15 മിനിറ്റിൽ ഇംഗ്ലീഷ് ചെയ്യുക. പല കുട്ടികളും ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ മെയിൻസിനൊക്കെ ഒരുപാട് കുട്ടികൾ പറ്റുക, മാത്സ് കുറച്ച് ടഫ് ആകുമ്പോഴേക്കും പിന്നെ അടുത്ത ഒരാൾ ഇംഗ്ലീഷും GK-യാണ്. ചിലപ്പോൾ അത് സിമ്പിൾ ആയിരിക്കും, പക്ഷേ മാത്സ് ടഫ് ആയതുകൊണ്ട് അയ്യോ എന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിച്ചിട്ട് പിന്നെ ഇംഗ്ലീഷും GK കൂടെ കൊണ്ടുപോയി കൊള്ളാക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഫുൾ മോക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്യണം. ഫുൾ മോക്ക് ടെസ്റ്റ് തീരെ ചെയ്യാതിരിക്കരുത്. 1 ഇൻ എ വീക്കെങ്കിലും അല്ലെങ്കിൽ 2 ഇൻ എ വീക്കെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഫുൾ മോക്ക് ടെസ്റ്റ് ചെയ്യണം. പക്ഷേ ഡെയിലി പോയിട്ട് ഫുൾ മോക്ക് ടെസ്റ്റ് ചെയ്യേണ്ട. ഡെയിലി എന്ത് ചെയ്യുക, ഒരു 3-4 സെക്ഷണൽ ടെസ്റ്റെങ്കിലും ചെയ്യുക. നമ്മളെ കൊണ്ട് പറ്റുന്ന പരമാവധി നമ്മൾ എന്ത് ചെയ്യും, SSC മലയാളി ആപ്ലിക്കേഷൻ വഴി പരമാവധി സെക്ഷണൽ ടെസ്റ്റ് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ എന്തായാലും അതുപോലെ തന്നെ ഫ്രീ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും. പിന്നെ പറഞ്ഞ പോലെ ഒരു നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ആവശ്യമുള്ള ആളുകൾ വേണമെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ഫീനിക്സ് ബാച്ച് കേട്ടോ. ഫീനിക്സ് ബാച്ച് ഓഫറും കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, എൻക്വയറിയും കാര്യങ്ങളൊക്കെ നമ്പറിൽ വിളിച്ച് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. പെട്ടെന്ന് തന്നെ പ്രിപ്പറേഷൻ ആരംഭിക്കട്ടെ. ഇതൊരു ക്രാഷ് കോഴ്സ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇതൊരു ക്രാഷ് കോഴ്സ് അല്ല കേട്ടോ. പല ആൾക്കാർ ഡൗട്ട് ഇതൊരു ക്രാഷ് കോഴ്സ് ആണ്. അത് ക്രാഷ് കോഴ്സ് അല്ല. നമ്മളിവിടെ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ 6 മാസം കൊണ്ട് ഓഫ്ലൈനിൽ തീർക്കുന്ന സാധനം ഡെയിലി ക്ലാസ് വെച്ചിട്ട് അതിൻ്റെ പകുതി സമയം കൊണ്ട് 3 മാസം കൊണ്ട് തീർക്കുന്നുള്ളൂ. എല്ലാ ക്ലാസ്സുകളും ഓഫ്ലൈൻ കൊടുക്കുന്ന എല്ലാ ക്ലാസ്സുകളും ഇതിലും ഉണ്ടാവും. പിന്നെ അതിൻ്റെ ഷെഡ്യൂളും കാര്യങ്ങളും PDF-ഉം ടെസ്റ്റുകളും ഒക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഉണ്ടാവും. 1-ാം തീയതി മുതൽ നമ്മുടെ ആപ്പിൽ തുടങ്ങുന്നതായിരിക്കും. ഇനിയിപ്പോൾ 1-ാം തീയതി കഴിഞ്ഞ് 10-ാം തീയതി നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ 10-ാം തീയതി ജോയിൻ ചെയ്യുന്നെങ്കിൽ 10-ാം തീയതി ഡേ 0 എന്ന് പറഞ്ഞ ഫോൾഡർ മുതൽ കണ്ടു തുടങ്ങിയാൽ മതി. എന്നാണോ നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് അന്ന് മുതൽ കണ്ടു തുടങ്ങിയാൽ മതി കേട്ടോ. നല്ല ഹൈ ക്വാളിറ്റി ക്ലാസ്സുകൾ, ഒരു സംശയം വേണ്ട. ഹൈ ക്വാളിറ്റി നിങ്ങളെ ഈ ഒരു എഡ്യൂക്കേറ്റീവ് പാറ്റേണിൽ നിങ്ങളെ
ഈ എക്സാമിന് തയ്യാറെടുപ്പിക്കുന്ന ഈ സെക്ഷണൽ ടൈമിംഗ് അനുസരിച്ചുള്ള മോക്ക് ടെസ്റ്റ് ആയിരിക്കും അതിലുണ്ടാവും കേട്ടോ. ആ രീതിയിൽ നമ്മൾ മാറ്റും കാര്യങ്ങൾ. ഈ സെക്ഷണൽ ടൈമിംഗ് അനുസരിച്ച് എങ്ങനെ ഷോർട്ട് കട്ടും കാര്യങ്ങളും വിത്തൗട്ട് ഒരുപാട് ഇങ്ങനെ ഇക്വേഷൻ കാണാതെ പഠിച്ച് ചെയ്യുന്ന ഒരു മാത്സ് അല്ല, അത് എങ്ങനെ കൺസെപ്റ്റുവലി പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ. അഡ്വാൻസ് മാത്സിലൊക്കെ ഒരുപാട് ഇക്വേഷൻ ആവശ്യമുണ്ട്, അതൊക്കെ അഡ്വാൻസ് മാത്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ കാര്യങ്ങൾ പറഞ്ഞു തരും. അരിത്മെറ്റിക് എങ്ങനെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒരു ഹൈ ക്വാളിറ്റി ക്ലാസ്സുകളായിരിക്കും. ആ കാര്യത്തിൽ സംശയമുണ്ട്. പിന്നെ നമുക്കറിയാം ഇംഗ്ലീഷൊക്കെ പഴയ പോലെ അത്ര സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് അല്ല, കുറച്ച് ലെവൽ കൂടിയ. അപ്പോൾ നിങ്ങൾ കയറും മിസ്സും അതുൽ സാറൊക്കെ എന്ത് ചെയ്യും, ഇംഗ്ലീഷൊക്കെ ആ ലെവലിലാണ് നിങ്ങൾ ക്ലാസ്സുകളും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യും. ജി കെ ഒക്കെ ജിതിൻ സാറും നമ്മൾ അതുൽ സാറൊക്കെ ജി കെയും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് തരും. അപ്പോൾ ക്ലാസിൻ്റെ കാര്യത്തിൽ ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾ സംശയവും കാര്യങ്ങളും വേണ്ട. അത് നിങ്ങൾ 100% ഗ്യാരണ്ടിയാണ്. നിങ്ങൾ ജോയിൻ ചെയ്തോ 100 ദിവസം കൊണ്ട് നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് കാര്യങ്ങൾ കവർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ഒരു ഡൗട്ട് ചോദിച്ചതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ചെയ്തതാണ്. ഒരു പേടിയും വേണ്ട, ടെൻഷൻ അടിക്കേണ്ട. സെക്ഷണൽ ടൈമിംഗ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ഒരു തരത്തിൽ നമ്മൾ ബാധിക്കാനേ പോകുന്നില്ല നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ ഈ സംഭവം ഒന്നും ചെയ്യാതെ നമ്മൾ പണ്ട് എങ്ങനെയാണ് ഫുൾ മോക്ക് ടെസ്റ്റ് ചെയ്തിരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇനിയും സെക്ഷണൽ ടെസ്റ്റ് ചെയ്താൽ പോയി കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, നിങ്ങൾ ബാക്കിലോട്ട് പോകും. ബാക്കിയുള്ളവർ മുന്നിലോട്ട് പോകുമ്പോൾ നിങ്ങൾ ബാക്കിലോട്ട് പോകും. മാത്സ് ഞാൻ പറഞ്ഞില്ല, മാത്സ് കാൽക്കുലേഷൻ റെഡിയാക്കിയാൽ തന്നെ നിങ്ങൾ കുറേയൊക്കെ റെഡിയാവും. അപ്പോൾ മാത്സ് ഭയങ്കര വീക്കാണ്, അയ്യോ വീക്കാണ്, ഞാൻ പണ്ടേ വീക്ക്, അങ്ങനെ വിചാരിക്കേണ്ട. കാൽക്കുലേഷൻ പാർട്ട് റെഡിയാക്കാൻ നിങ്ങൾക്ക് 3 മാസം സമയം. 3 മാസം കഴിഞ്ഞാൽ പിന്നെ മെയിൻസ് ആണ്. മെയിൻസിലും സെക്ഷണൽ ടൈമിംഗ് ആണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. അപ്പോൾ 6 മാസം നിങ്ങളുടെ മുമ്പിൽ സമയമുണ്ട് കേട്ടോ. പ്രിലിംസ് ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റും പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം. മെയിൻസിലോട്ട് എത്തുമ്പോഴേക്കും വീണ്ടും നിങ്ങൾ 6 മാസം, ഈ 6 മാസം കൊണ്ടൊക്കെ നിങ്ങൾ പരമാവധി നിങ്ങളുടെ കാൽക്കുലേഷൻ സ്പീഡ് ഏറ്റവും മുകളിലോട്ട് എത്തിക്കണം. കൺസെപ്റ്റ് ഒരുപാട് ക്വസ്റ്റ്യൻ പിന്നാലെ പോകുന്നതിന് പകരം കാൽക്കുലേഷൻ കൂടെ നിങ്ങൾ കൂട്ടാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോ അത്യാവശ്യം ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക. വെറുതെ തമാശക്ക് പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യാൻ ലേറ്റ് ആവാൻ കാരണം എന്താണ്, നമ്മൾ കുറേ ഇങ്ങനെ അനലൈസ് ചെയ്ത് നോക്കിയത് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഞാൻ പ്രീവിയസ് ഇയർ CPO ക്വസ്റ്റൻ പേപ്പർ എടുത്ത് നോക്കി ഏത് രീതിയിലാണ് ക്വസ്റ്റൻ വരാൻ സാധ്യതയുള്ളതൊക്കെ അനലൈസ് ചെയ്ത്, പിന്നെ പെരുന്നാളും കാര്യങ്ങളായിട്ട് കുറച്ച് തിരക്കിലായതുകൊണ്ട് നമ്മൾ വീഡിയോ ഡിലേ ആയത്. ഇവിടെ വെറുതെ തട്ടിക്കൂട്ടൊരു വീഡിയോ പെട്ടെന്ന് ചെയ്തതിനേക്കാളും നല്ലത് കൃത്യമായിട്ട് നിങ്ങൾ കാര്യം പറയുന്ന വീഡിയോ അല്ലെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ഡിലേ ആയത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവും, ഒരു സംശയം വേണ്ട. ഈ പറഞ്ഞ സ്ട്രാറ്റജി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. എന്ത് ഹെൽപ്പിനും ഏതിനും SSC മലയാളി ടീമും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. നമ്മൾ ഈ സെക്ഷണൽ ടൈമിംഗ് മാറി എന്നുള്ള കാര്യം നമുക്ക് അഡ്വാൻറ്റേജ് ആയി മാറുന്നുള്ള രീതിയിൽ പോസിറ്റീവായിട്ട് ചിന്തിച്ച് എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങും കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.